അങ്ങനെ യൂത്ത് മൂവി പോയി കണ്ടു. നമ്മുടെ ആട് 3 ദുരന്തർ അതിന്റെ കൂടെയാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. അന്നേ കാണണമെന്ന് തന്നെ വിചാരിച്ച ട്രെയിലറെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എന്താ പറയാ കാണണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാ. എന്താ ഒരു വൈബ് തോന്നി ആ സിനിമ ഒരു ട്രെയിലറെ കണ്ടപ്പോൾ. ഇപ്പോൾ ഷോസ് കുറവാണ് സിനിമയ്ക്ക്, ആകെ കൂടെ 2-3 ഷോ എന്തോ ഉള്ളൂ. അപ്പം അങ്ങനെ ഏരിയസ് പ്ലസിൽ പോയാണ് കണ്ടത്. നമ്മുടെ കെൻ ഡയറക്ഷനിൽ വന്ന മൂവിയാണ്. കെൻ എന്ന് പറയുന്നത് നമ്മുടെ അസുരൻ സിനിമയിലൊക്കെ ധനുഷിന്റെ മോനായിട്ടൊക്കെ അഭിനയിച്ച കിടിലം പെർഫോമൻസ് ആയിരുന്നു ആ സിനിമയ്ക്കകത്ത് തന്നെ. അപ്പം ആ പയ്യൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണ്. ഇതിന്റെ മ്യൂസിക് വന്നിട്ട് GV പ്രകാശ് കുമാറാണ്. പിന്നെ പുള്ളി തന്നെയാണ്, കെന്ന് തന്നെയാണ് നമ്മുടെ മെയിൻ ലീഡായിട്ട് വന്നിട്ടുള്ളത് നായകനായിട്ട്. പിന്നെ അനീഷ്മ, മലയാളത്തിലെ അനീഷ്മയുണ്ട്. പിന്നെ സുരാജ് വെഞ്ഞാറമൂട്. അങ്ങനെ കുറച്ച് കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പുതിയ മീൻസ് പിള്ളേരും കാര്യങ്ങൾ അവരൊക്കെയാണ്, കുറച്ച് പയ്യന്മാരും. അങ്ങനത്തെ ഗ്യാങ്ങും സ്കൂൾ ലൈഫ് അങ്ങനത്തെ ഉള്ള ഒരു ടൈപ്പ് മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. എന്താ പറയുക, നല്ലൊരു റൊമാൻറ്റിക് ഒരു റോംകോം മൂവി തന്നെയാണ് പറയാം. പക്ഷേ റോംകോം ആണെങ്കിൽ പോലും നല്ല ഫാമിലി ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ബ്ലെൻഡ് ചെയ്ത് തന്നെയാണ് സിനിമയിൽ പോകുന്നത്. നല്ല രീതിക്ക് ഇമോഷൻസ് സിനിമയിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്. മീൻസ് ഫാമിലി ഇമോഷൻസ് ആണെങ്കിലും നമ്മുടെ ലവ് ആണെങ്കിലും ഫ്രണ്ട്സുമായിട്ടുള്ള ആണെങ്കിലും എല്ലാം നല്ല രീതിക്ക് ബ്ലെൻഡായി പോകുന്നൊരു കിടിലം മൂവിയാണ്. പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ഷനാണ്. അപ്പോൾ ഈ പയ്യൻ കൊച്ചു പയ്യനാണ്. അപ്പം ഇത്രയും നല്ലൊരു കിടിലം സ്റ്റോറി എഴുതുക ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ പറയാ, ഒരു ഭയങ്കര ഒരു ഇതാണ്, ബ്ലെസ്സിങ് ആണത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ സിനിമ. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പുള്ളി അങ്ങ് അഴിഞ്ഞാടി. പിന്നെ അറിയാമല്ലോ, ഒട്ടും അഭിനയിക്കാൻ അറിയാൻ പറ്റാത്ത ഒരാളാണ് സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്ക് കിട്ടിയ ക്യാരക്ടർ അടിപൊളിയായിട്ട്, എന്ന് പറയാൻ കെന്നിന്റെ അച്ഛനായിട്ടാണ് ക്യാരക്ടറാണ് പുള്ളി ചെയ്യുന്നത്.